ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുക പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസിന്റെ പടകിലേക്ക് കർത്താവായ യേശുക്രിസ്തു കയറി നിന്നുകൊണ്ട് തന്നെ പിൻഗമിക്കുന്ന, തൻ്റെ അടുക്കൽ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ദൈവരാജ്യത്തെക്കുറിച്ച് ഉപദേശിക്കുകയും താൻ സംസാരിച്ചു തീർന്ന ശേഷം പത്രോസിനോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. പത്രോസിനോട് യേശു പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുകയും. യേശു ഗന്നസരത്ത് തടാകത്തിലേക്ക് വരുമ്പോൾ യേശു കാണുന്നത് പത്രോസ് തൻ്റെ പടക് കരയ്ക്കടുപ്പിച്ച് വല കഴുകിക്കൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം വല കഴുകുക എന്നുള്ളതും പടക് കരയ്ക്കടുപ്പിക്കുക എന്നുള്ളതും അന്നത്തെ തൻ്റെ അധ്വാനം തീർന്നു താൻ ഭവനത്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പെന്നുള്ളത്. അത് ഏതൊരു കടൽക്കരയിൽ നിൽക്കുന്ന ആളുകൾക്കും ഒന്നും പറയാതെ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. മീൻപിടുത്തം കഴിഞ്ഞു, പടക് കരയ്ക്ക് കയറ്റി വെക്കുന്നു, ആ വല കഴുകി അടുത്ത ദിവസത്തെ മീൻപിടുത്തത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ട് അവർ ഭവനത്തിലേക്ക് പോകും. യേശു പത്രോസിനോട്, നീ രാത്രിയിൽ മീൻ പിടിച്ചു, കിട്ടിയോ, വിശേഷങ്ങളൊന്നും തിരക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. യേശു പത്രോസിനോട് പറയുന്നത്, കഴുകി വച്ച വല വീണ്ടും ആഴത്തിലേക്ക് വള്ളമിറക്കി വല ഇറക്കുവാൻ. അപ്പോൾ പത്രോസ് തിരിച്ചു പറയുന്ന ഒരു പദമാണ് നമ്മൾ വായിച്ചത്. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ പടകിൻ്റെ ഉള്ളിലെ ശൂന്യത കണ്ടു. ഈ പടകിൻ്റെ ഉള്ളിലെ കുറവ് യേശു കണ്ടു. അവൻ ദുഃഖിതനായിരിക്കുന്നതിൻ്റെ കാരണം യേശു മനസ്സിലാക്കി. കാരണം തൻ്റെ അധ്വാനത്തിന് പ്രതിഫലമായി ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് യേശു ഗ്രഹിച്ചു. എന്നിട്ട് യേശു പത്രോസിനോട് പറയുന്നത്, നിന്റെ കുറവ് മാറ്റി നിന്നെ നിറയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ വള്ളത്തിലെ ശൂന്യത മാറ്റി ആ ശൂന്യതയിൽ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ വള്ളത്തിനകത്ത് മീൻ കൊണ്ട് നിറയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ വല വീണ്ടും ഇറക്ക്. പത്രോസ് പറഞ്ഞ വാക്ക്, എങ്കിലും. ഇന്നലെ രാത്രി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും. ആ എങ്കിലും എന്ന പദം വളരെ പ്രശംസനീയമാണ്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിലെ എല്ലാ അധ്വാനങ്ങളും ഒന്നും കിട്ടാത്ത അധ്വാനങ്ങളായിരുന്നു, എങ്കിലും നാഥ, നീ പറഞ്ഞതുകൊണ്ട് വീണ്ടും വലയിറക്കാം.
ആ വലയിറക്കിനകത്ത് പെരുത്ത മീൻകൂട്ടം ലഭിക്കുകയും പത്രോസിന്റെ വള്ളവും വലയും നിറയുകയും ചെയ്യും നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ആഴമേറിയ ഒരു ചിന്ത, കുറവ് തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, ശൂന്യതകൾ മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ലോകത്തിലെ മനുഷ്യരെ നമ്മൾ കണ്ടാൽ നമ്മുടെ കുറവുകൾ അവർ കണ്ടുപിടിച്ച് അത് ആഘോഷമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അപമാനിക്കുവാൻ തക്കവണ്ണം അവരാ കുറവിനെ ഉപയോഗിക്കുമ്പോൾ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും നമ്മിലെ ചില കുറവുകൾ, ചില ന്യൂനതകൾ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ അകറ്റി നിർത്തുന്ന മേഖല, ചിലപ്പോൾ സാമ്പത്തികമായി കുറവ്, മറ്റുള്ളവരുടെ അവരുടെ സ്റ്റാറ്റസിന് ഒത്തവണ്ണം നിൽക്കാൻ കഴിയാത്തത്, അങ്ങനെ എന്തെല്ലാം മേഖലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന അനേക കുറവുകൾ ഒരു പക്ഷെങ്കിൽ നമ്മിൽ കാണാം. അത് പ്രൈസ് ദി ലോർഡ് അനേകർ മനസ്സിലാക്കിയിട്ട് അത് ആഘോഷമാക്കുവാനും മാത്രമല്ല നമ്മളെ അകറ്റി നിർത്തുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു പത്രോസിൻ്റെ പടകിലേക്ക് കയറി നിന്ന് ആ കുറവിനെ നികത്തി, ആ ശൂന്യതയെ നികത്തി അവനെ സന്തോഷിപ്പിക്കുന്നു എന്നതാണ് ഈ പകൽക്കാലം ജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എലീശ അവനോട്, ഇത്ര താല്പര്യത്തോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയാതെ ഉണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞതിന് അവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ശൂന്യംകാരുത്തിയായ ഒരു സ്ത്രീയോട് എലീശ, അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ ധനാഢ്യയായ സ്ത്രീയാണ്. അവൾക്ക് യാതൊരു കുറവും ലോകദൃഷ്ടിയിലില്ല. ഭൗതികതയുണ്ട്, അവൾ കുടുംബസ്ഥയാണ്, എല്ലാ മേഖലകളിലും അവൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടി തന്നെ. പക്ഷേ അവൾ ഇവിടെ പറയുന്നത്, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം ഗേഹസി തന്നെ എലീശയോട് പറയുന്നുണ്ട്, സ്തോത്രം, അവൾക്ക് ഒരു മകൻ ഇല്ലല്ലോ. എന്ന് വെച്ചാൽ ആ കുടുംബത്തിനകത്ത് എലീശ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കയറി ചെന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു കുറവ്, അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു ശൂന്യത, ആ കുടുംബത്തിനകത്ത് എല്ലാം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ വകയില്ലാത്തത് ഇരുന്നത്, ഒരു തലമുറ ഇല്ലാതിരുന്നതു ആയിരുന്നു എന്നത് മനസ്സിലാക്കപ്പെടുകയും, പ്രൈസ് ദി ലോർഡ്, ഭക്തനായ സ്തോത്രം എലീശ അവളോട് പറയുന്നു, അടുത്ത ആണ്ടിൽ നീ ഒരു തലമുറയെ അണച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് കൊടുക്കുന്ന സന്തോഷം നമ്മളിവിടെ വായിക്കുവാനിടയായി തീരുന്നുണ്ട്. അപ്പോൾ നോക്കണം, പ്രവാചകനായ എലീശ ആ ഭവനത്തിനകത്ത് കയറി ചെന്നത്, അല്ല, പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് തോന്നിയാലും അകത്തളങ്ങളിൽ അവരനുഭവിച്ച ശൂന്യതയും വേദനയും മനസ്സിലാക്കുകയും അതവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് നമ്മൾ കാണുവാനിടയായി തീരുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും മരിയയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം അവിടെ കാണുന്നുണ്ട്. 2-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്, വീഞ്ഞു
പോരാതെ വരികയാ. യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. നോക്കണം, ഒരു വിവാഹ വീട്ടിൽ വളരെ സന്തോഷത്തിൻ്റെ സമയമാണ്, ആനന്ദത്തിൻ്റെ സമയമാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണ് വിവാഹ സ്തോത്രം, ഒരു വീട് എന്നുള്ളത്. അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ കടന്നു വന്ന് എല്ലാവരും സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ആ വീട്ടിനകത്തുണ്ടാകുന്ന സന്തോഷത്തിൽ പങ്കുചേരുന്ന സമയമാണ്. അപ്പോൾ മറിയ ആ ഭവനത്തിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവിടെ പ്രൈസ് ദി ലോർഡ് പ്രധാന വിഭവമായ വീഞ്ഞില്ല എന്നുള്ളത്. അത് യേശുവിനെ പോയി അറിയിക്കുകയും യേശു അവിടെ പ്രൈസ് ദി ലോർഡ് ആ ഭവനത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ആ ഭവനത്തെ ആളുകൾ നിന്ദിക്കുവാൻ കാരണമാക്കി തീരേണ്ടത് ഒരു മനുഷ്യൻ പോലും അറിയാതെ പ്രൈസ് ദി ലോർഡ് ആ വിഷയത്തിന് പരിഹാരം കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് നമ്മൾക്കറിയാം. അവിടെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, യേശുവിൻ്റെ അമ്മ ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞ വാക്ക്, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അപ്പം യേശു നിങ്ങളോട് പറയുന്നത് അതുപോലെ ചെയ്യുവീനെന്ന് യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോയി. യേശു ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, നിങ്ങൾ കോരി വെച്ച വെള്ളം കൊണ്ടുപോയി വിരുന്നുവാഴിയുടെ കയ്യിൽ കൊടുക്കുവാൻ പറയുന്ന വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും നമ്മൾ കാണുന്നത്, സ്തോത്രം, യേശു പറഞ്ഞത് അതുപോലെ ചെയ്യുന്ന ഒരു കൂട്ടം ശുശ്രൂഷകന്മാരെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ധനാഢ്യനായ മനുഷ്യനാണ് അവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് 19-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. 20-ാമത്തെ വാക്യം, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനിയും കുറവുള്ളത് എന്ത് എന്ന് ചോദിച്ചു. യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന്. ആ ചോദ്യത്തിന് കുറേ ഉത്തരങ്ങൾ അവർ തമ്മിലുള്ള സംഭാഷണമുണ്ട്. അവിടെ യേശു പറഞ്ഞതെല്ലാം ഇവൻ അനുഷ്ഠിക്കുന്നു എന്ന് പറയും. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് എന്തെന്നത് യേശു അവിടെ പറയുന്നത് 21-ാമത്തെ വാക്യമാണ്. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചേ പോയി കളഞ്ഞു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞത്, നിന്റെ ആശ്രയത്വം മുഴുവൻ ധനത്തിലാണ്. ആ ധനത്തിലുള്ള നിന്റെ ആശ്രയത്വം വിട്ട് നീ എന്നിൽ ആശ്രയിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയൂ. ദൈവരാജ്യം എന്നുള്ളത് ദൈവ ആധിപത്യമുള്ള സ്ഥലമാണ്. ദൈവമാണ് അവിടെ ആധിപത്യമുള്ളൂ. ആ ആധിപത്യത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പൂർണ്ണ ആശ്രയത്വം ദൈവത്തിലായിരിക്കണം. അപ്പൊ നീ നിന്റെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ, ദൈവത്തിൻ്റെ ആധിപത്യത്തിലുള്ള രാജ്യത്തിൽ വസിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. അങ്ങനെ അവനത് കേട്ടിട്ട് സമ്പത്തുള്ളവനാകിയാൽ, ബഹുസമ്പത്തുള്ളവനായാൽ ദുഃഖിച്ചു പോയിക്കൊള്ളും. അപ്പോൾ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോയി. ദൈവമക്കളെ, ഈ ചിന്തകളെല്ലാം ഞങ്ങളുടെ ക്രോഡീകരിക്കുക. ഒന്ന്, യേശു നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ കുടുംബത്തിനകത്തെ കുറവ് കാണുകയും ആ കുറവ് പരിഹരിക്കുകയും ചെയ്യുന്നവനെന്ന് നാം അറിയണം. അപ്പോൾ തന്നെ എന്ന് മനസ്സിലാക്കണം, അവൻ കൽപ്പിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ധനാഢ്യയായ സ്ത്രീയാണ്, അവൾക്കെല്ലാം ഉണ്ട്, പക്ഷേ അതിനകത്ത് തലമുറ ഇല്ല എന്നൊരു കുറവ് അവൾക്കുണ്ട്. സ്തോത്രം. ധനാഢ്യനായ ഒരു മനുഷ്യനായി അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, പക്ഷേ ആശ്രയത്വം അപ്പോഴും അവന് ദൈവത്തിലല്ല സമ്പത്തിലാണെന്നുള്ളൊരു കുറവ് അവനിലുണ്ട്.
അപ്പൊ മനുഷ്യൻ നാം നോക്കുമ്പോൾ ഒരു മനുഷ്യനും കുറവ് കാണണമെന്നില്ല. പക്ഷെ ദൈവം നോക്കുമ്പോൾ ആ കുറവ് കാണുന്നു എന്ന് മാത്രമല്ല, ആ കുറവ് പരിഹരിക്കുവാനും യേശു ആഗ്രഹിക്കുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിനകത്ത് കുറവ് യേശു കാണുന്നത് അവിടെ വീഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ പ്രാധാന്യമേറിയതാണ് വീഞ്ഞ്, അതില്ല എന്നുള്ളത്. ആ കുറവ് യേശു പരിഹരിച്ചു കൊടുക്കുന്നു, ഒരു മനുഷ്യൻ പോലും അറിയാതെ. Praise the Lord. ഈ ഹല്ലേലൂയ സ്തോത്രം. പത്രോസിന്റെ പടകിനകത്ത് ഹല്ലേലൂയ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനില്ലാത്ത ശൂന്യത യേശു അറിഞ്ഞിട്ട് പത്രോസിനോട് വീണ്ടും വലയിറക്കുവാൻ പറയുമ്പോഴും ആ പടകിനകത്തെ ശൂന്യത ഒരു മനുഷ്യൻ പോലും അറിയാതെ നികത്തി കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിന് ഒത്തിരി പേരുകൾ ആളുകൾ വിളിക്കാറുണ്ട്, ഒത്തിരി പേരുകൾ. പ്രൈസ് ദി ലോർഡ്. ചിലരവനെ കളിയാക്കി ഗലീലക്കാരനെന്നും നസ്രയത്തുകാരനെന്നും ഒക്കെ വിളിച്ച് അവനെ അപമാനിക്കുന്നുണ്ട്. മറിയയുടെ മകനെന്നും ജോസഫിന്റെ മകനെന്നും എന്ന് പറഞ്ഞ് അവനെ താഴ്ത്തിക്കെട്ടാറുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, പത്രോസിനോട് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കല്യാണ വീട്ടിലെ കല്യാണ വിരുന്നു വാഴിയോടൊക്കെ ചോദിച്ചാൽ യേശുവിനെ കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, കുറവ് തീർക്കുന്നവൻ. ഇന്ന് പകൽക്കാലം കുറവ് തീർക്കുന്നവൻ നമ്മുടെ അകത്തളങ്ങളിൽ വന്നിട്ടുള്ളതുകൊണ്ട്, നമ്മുടെ ഭവനത്തിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് കൊണ്ട്, നിന്റെ വീട്ടിനകത്തെ കുറവ് 4 പേരറിയാതെ നികത്തി ഹല്ലേലൂയ സ്തോത്രം നിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യതയുള്ളവനാക്കി നിർത്തി അനുഗ്രഹിക്കുവാൻ ശക്തന. അതുകൊണ്ട് ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഹല്ലേലൂയ അനേകർ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്ന ഈ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇന്നത്തെ പകൽക്കാലം, ഈ ഞായറാഴ്ച പകൽക്കാലം ജനവുമായി എനിക്ക് പറയുവാൻ ഒരു വാക്കുണ്ട്. നമ്മുടെ കർത്താവിന്റെ പേര് കുറവ് തീർക്കുന്നവനെന്ന്. കുറവ് തീർക്കുന്നവൻ. അവൻ കുറവ് തീർക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ വാക്കിനെ അനുസരിക്കാം. അവന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാം. നമ്മുടെ കുറവുകൾ തീർത്ത് ശ്രേഷ്ഠന്മാരോട് ഇരുത്തി ഈ ഭൂമിയിൽ മാന്യമായ ജീവിതം നയിക്കുവാൻ കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, പത്രോസിന്റെ പടകിനകത്ത് ശൂന്യതയെ മാറ്റി കുറവിനെ മാറ്റി നിറച്ചു കൊടുത്ത എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിനകത്ത് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ ആ വീട്ടിൽ കർത്താവെ ശ്രേഷ്ഠമേറിയ കർത്താവെ സന്തോഷിപ്പിക്കുന്ന ആ വീഞ്ഞ് ആ കുടുംബത്തിനകത്ത് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ശൂന്യങ്കാരുത്തിയുടെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ എല്ലാ നിറവും ഉണ്ടായിരുന്നെങ്കിലും അവളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതിരുന്നത്, ഒരു തലമുറയില്ലാതിരുന്നത്. അവളെ സന്തോഷിപ്പിച്ച് തലമുറയെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അവളെ അനുഗ്രഹിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ, നിത്യരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഹല്ലേലൂയ സമ്പത്ത് ഹല്ലേലൂയ മനസ്സിൽ നിന്ന് മാറ്റി കർത്താവിൽ ആശ്രയിക്കാൻ കഴിയാതെ ആ കുറവ് നികത്തി ഹല്ലേലൂയ സ്തോത്രം അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ പിൻപറ്റുവാൻ കഴിയാതെ പോയ ആ ധനികനായ യുവപ്രമാണി എപ്പോലെ ഒരു മനുഷ്യനും ആകാതെ കർത്താവ് സ്തോത്രം ആ ശൂന്യങ്കാരിത്തിയുടെ ഭവനം ഹല്ലേലൂയ സന്തോഷിച്ചതുപോലെ ആ ഹല്ലേലൂയ സ്തോത്രം കാനാവിലെ കല്യാണ വീട്ടിലെ ആ ജനവും ആ കുടുംബവും സന്തോഷിച്ചതുപോലെ പത്രോസ് ഹല്ലേലൂയ സന്തോഷിച്ചതുപോലെ കർത്താവേ കുറവ് നീറുന്ന മാറി സന്തോഷിക്കുവാൻ ഈ വചനം ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട് ദുഃഖിതരായി പോകുവാനല്ല, സന്തോഷിച്ചു പോകുവാനിടയാകണമേ. കുറവ് മാറ്റുന്ന അങ്ങയുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹം കർത്താവ് വചനം കേൾക്കുന്ന ജനത്തിന്മേൽ വന്ന് അവരുടെ കുറവുകളെ മാറ്റി അവരെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ജീവിച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ഈ പ്രഭാതത്തിൽ കർത്താവ് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.